ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി കണ്ടിട്ട് ഇത് മുമ്പെടുത്ത വീഡിയോ ആണ് നമ്മുടെ ട്രാവൽ വ്ലോഗ് എടുത്തിരുന്നത്. അതാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ എത്തിയത് മടിക്കേരിയിലേക്കാണ്. മടിക്കേരിയുടെ പച്ചപ്പിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നല്ല തണുപ്പാണ്, ഉച്ച സമയമാണെങ്കിലും പക്ഷെ നല്ല തണുപ്പാണ്. നല്ല വെയിലുണ്ടെങ്കിലും അതിന് ചൂടില്ല. പ്രകൃതിയെ പച്ചപ്പ് കൊണ്ട് ഇങ്ങനെ മൂടി പതിച്ചത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മൾ കാറിലായതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ നിർത്തി ആസ്വദിച്ച് ഇങ്ങനെ വന്നതാണ്, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട്. മുകളിലോട്ട് പോകുന്തോറും നമ്മുടെ ചെവി ഇങ്ങനെ അടിഞ്ഞു വരുന്നുണ്ട്. സൗണ്ടൊക്കെ ഇങ്ങനെ ഒരു ചെവിയിൽ നിന്ന് കുഞ്ഞൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. മലകളെ കാണാൻ എന്ത് രസമാണത്. വെയിലുണ്ടാണെങ്കിലും വെയിലിൻ്റെ ചൂടില്ല കേട്ടോ. അടിപൊളി ക്ലൈമറ്റ്, മഞ്ഞ് മൂടിയൊരു പ്രതലം പോലെയാണ്. നമ്മളിങ്ങനെ മടിക്കേരി ഗ്ലാസ് ബ്രിഡ്ജ് പുതിയതായിട്ട് തുടങ്ങി തന്നിട്ടുണ്ട്. അടുത്തേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ ഞാനാണ് വണ്ടി ഡ്രൈവ് ആക്കുന്നുള്ളത്. അത് ഭയങ്കര വളവും കയറ്റം ഒക്കെ ഉണ്ട്. തിരിച്ച് വരുമ്പോൾ ഫുൾ ഇറക്കമായിരിക്കും. നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് മടിക്കേരിയിൽ എവിടെയാണെന്നറിയില്ല, ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ട് പോകുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ യാത്ര അടിപൊളിയാണ്, വൈബ് യാത്രയാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള പാർക്കിംഗ് ഏരിയയാണിത്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം. ഇവരെ വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൈസുകളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് വരുന്നുണ്ട്. നമുക്ക് അടുക്ക് പോകാനുള്ള കാർ പാർക്കിങ്ങിൻ്റെ ചാർജ് കൊടുക്കണതാണ്. ഇതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പാർക്കിങ് ഇത് ഒരു പേഴ്സന് 200 rupees ടിക്കറ്റാണ്. അപ്പോൾ അതായത് ജീപ്പിലാണ് അവർ കൊണ്ടുവന്നത്. അവർ ടീം പോയിട്ട് തിരിച്ച് വന്ന് ഇനി ഈ ജീപ്പിൽ നമുക്ക് കയറാൻ പോകുന്നുണ്ട്. നെസ്സിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ജീപ്പിലൂടെയുള്ള യാത്ര എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്ന അറിയില്ല. അങ്ങനെ അവരിറങ്ങി. അപ്പോൾ നമ്മുടെ ഗൈസുകളൊക്കെ ജീപ്പിലേക്ക് കയറാൻ പോകുന്നുണ്ട്. നെസ്സി ബാക്കിലോട്ട് പോകുന്നുണ്ട്, ഞാൻ ബാക്കിലൂടെ എന്ന് പറഞ്ഞിട്ട് നെയിലും ബാക്കിലേക്ക് പോയി. അപ്പം നമുക്കിതാ നമ്മുടെ ജീപ്പിലുള്ള റൈഡ് ആരംഭിക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ പോകുന്നുണ്ട്. ജീപ്പിൽ പോകുന്നത് ഫാത്തിമ ഉണ്ട്. ജീപ്പിൽ കയറിയിട്ട് അല്ലെ ഓഫ് റോഡെന്ന് തോന്നുന്നു. ഓഫ് റോഡൊന്നുമല്ല, റോഡ് തന്നെ. പക്ഷേ ഇവിടെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇനി അവിടെ പോയിട്ട് ടോക്കൺ എടുക്കണം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വണ്ടികളിങ്ങനെ വന്നുകൊണ്ടുണ്ട്. വണ്ടി കൊണ്ടുവരായിരുന്നു, നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. അവിടെ പാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടം വരെ വരായിരുന്നു. ഇവിടെ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പാർക്കിങ്. നമ്മൾ വണ്ടി വെച്ചെടുത്തുന്നിടത്തേക്ക് നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ വരാം. എല്ലാവരും അവരവരെ സ്വന്തം വണ്ടിയിലാണ് വരുന്നേണ്ടത്. നമ്മുടെ പറ്റിച്ചേ. അതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റിന് ഒരാൾക്ക് 200 രൂപയാണ്. നമ്മൾ 8 ടിക്കറ്റ് വാങ്ങിച്ച്, നമ്മൾ 8 പേരുണ്ടായിരുന്നു. അങ്ങനെ ഗേറ്റ് കടന്ന് ഇനി ഇതൊക്കെ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഓഫ് കൂർഗ് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിൽ മുകളിൽ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. ഭയങ്കര ആൾത്തിരക്കുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല നമുക്ക്. ഏതായാലും അങ്ങോട്ട് നടന്ന് പോകും. ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റിംഗ് ഏരിയ പോലെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, വായിച്ച് നോക്കാം. ചെരുപ്പിടാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് വിശക്കുകയാണെങ്കിലൊക്കെ അത് ഭയങ്കര ക്യൂ ആണ്. ഈ 2 ലൈന് ക്യൂ ആയിട്ടുള്ളതാണ്. ഇതിലെ കൂടി സഞ്ചിത എടുത്താൽ അപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ട് അതിൻ്റെ സൈഡാണ് കാപ്പിത്തോട്ടമാണ്. ഫുള്ള് കാപ്പി തോട്ടമാണ്. അതിൽ കാപ്പി ഇങ്ങനെ പിടിച്ച് തന്നിട്ടുണ്ട്. ഇതെന്തോ ഒരു ചക്ക, കറി വെക്കുന്ന ഒരു ചക്കയുണ്ട്, ദിവിലോജ് ചക്ക. അതിൻ്റെ മരം എന്ന് പറയുന്നത് കാപ്പി നോക്കി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ പീസ് ബ്രിഡ്ജ് ഓഫ് കൂർഗ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡിലേക്ക് എത്തിയതാണ്. അടിഭാഗമോ മുകളിൽ നടക്കുന്ന കാണുമ്പോൾ പേടിച്ച് നടക്കുന്ന പോലെ ഉണ്ട് ആൾക്കാർ. നെക്സ്റ്റ് നമ്മുടെ ഊഴാണ്. അപ്പം നമ്മളെ ഗ്യാങ്ങിനെ ഇങ്ങനെ കടത്തി വിട്ട് ഓരോ പാർട്ടീഷനായിട്ട് വിടുന്നുള്ളത്. ഇത്ര ആൾ കയറാൻ പറ്റുമെന്ന്. നെസ്സി മുമ്പിൽ പോയിട്ട് നിന്നിട്ടുണ്ട്. ഫാത്തിമ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം എൻ്റെ അങ്കിളും കൂടി കയറി വരുന്നുണ്ട്. എന്താണിത് സംഭവം എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്ലാസ് പൊട്ടുപോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാല് വെച്ചിട്ട് തൊട്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്, എന്താവും അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ. ഇനി നമ്മയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മിന്ന
പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫാത്തിമ? ഫാത്തിമ പേടിയല്ല, അടിപൊളി. നെസ്സി തട ഫുള്ള് വീഡിയോ എടുക്കുന്ന തിരക്കില്. നെസ്സി ഫാത്തിമ എത്തീന്. വാ പേടിയ. സൂപ്പർ വ്യൂ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറി. നെയിലൊക്കെ ഇടുന്നില്ലേ? ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിലെ വ്യൂ അങ്ങനെ നെസ്സിയടെ ഇരുന്ന് നല്ല കാറ്റ്. അങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കലായിട്ട് ഫാത്തിമ ഫുള്ള് ഫോട്ടോക്ക് പോസ് ചെയ്തിട്ടിരുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, നല്ല കാറ്റാണ്. കാറ്റത്തിങ്ങനെ ആടി ഉലയുന്ന പോലെ ഉണ്ട്. ഒരാൾക്ക് 15 മിനിറ്റ് അങ്ങനെ സമയം ഒരു ടീമിന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തെല്ലാം എടുത്തു. പക്ഷേ അടിപൊളി വ്യൂ ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. അങ്ങനെ നെസ്സിക്ക് ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയായിട്ടില്ല. എല്ലാ ആൾക്കാരും പ്രകൃതി ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് നെയിലും നെസ്സിയൊക്കെ കിടന്നിട്ടിരുന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ താഴെ നോക്കിയിട്ട് പോകാൻ പേടിയാന്ന്, തിരിച്ചിട്ട് മെല്ലെ മെല്ലെ പോകുന്നുണ്ട്. താഴെ നോക്കിയാലും പേടിയാകുന്നുണ്ടെന്നുകൊണ്ട് നമ്മൾ താഴെ നോക്കുന്നില്ല, നമ്മൾ മുകളിലോട്ട് നോക്കി പോകുന്നുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങിയിട്ട് നമുക്കാണ് ഇത് ചാമ്പക്ക. ഈ സാധനത്തിന് ഞങ്ങൾ ചാമ്പക്ക എന്ന് പറയുന്നത് നിറച്ച് പഴുത്തിട്ടുണ്ട്. ഇവർ പറിക്കുന്നില്ല എന്ന് തോന്നിയത്. നമുക്ക് കണ്ടിട്ട് കൊതിയായിട്ട് പോയി. നമുക്ക് പറിക്കാനും പറ്റില്ല, ഭയങ്കര വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പോപ്കോണ്, പിന്നെ പൊട്ടോട്ടോ ഫ്രിങ്കിൾ, അങ്ങനെ എന്തൊക്കെയോ കഴിക്കാനുണ്ട്. അങ്ങനെ നെസ്സി അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത മടിക്കേരി ടൗൺ വഴിയുള്ള യാത്രയാണിത്. കുറച്ച് റോഡൊക്കെ പൊട്ടിപ്പൊളിച്ചിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം രാജാസേട്ട് പാർക്കാണ്. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഗൂഗിളിൽ ലൊക്കേഷൻ മാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ യാത്ര തുടർന്ന് പോലീസുകാരൊക്കെ കിടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഭയങ്കര തിരക്കുണ്ട്. ഇപ്പോൾ മടിക്കേരി ടൗൺ കഴിഞ്ഞിട്ട് പാർക്കിൻ്റെ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞപ്പോൾ ഫുള്ള് വണ്ടി ഇതൊക്കെ പാർക്കിലോട്ടൊക്കെ തോന്നുന്നു. ഭയങ്കര റഷായിട്ട് ഒരുപാട് വണ്ടികൾ പാർക്കിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു അടിപൊളി ക്ലൈമറ്റാണ്. നല്ല തണുപ്പ് വന്ന് തുടങ്ങി. വൈകുന്നേരമായപ്പോൾ തണുപ്പ് കൂടി. എന്താ പറയുക, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ്. അധിക വണ്ടിയും പാർക്കിലേക്കാണെന്ന് തോന്നുന്നു. കേരള വണ്ടി ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് എന്തായാലും കാർ ഒരു സേഫായ സ്ഥലത്ത് പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡൊക്കെ ഇട്ടിട്ട് പാർക്കിങ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു സേഫ് ലൊക്കേഷനിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തപ്പിപ്പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.